15 ദിവസങ്ങൾക്ക് ശേഷം ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലാതെ പോയി. പ്രൊസീജിയേഴ്സ് ഡിലേ ആയതുകൊണ്ട് പ്രിയയും അർച്ചനയും ഇന്നാണ് കമ്പനിയിലേക്ക് വരുന്നത്. അഞ്ജുവും ജാനുവും അത്യാവശ്യം മടിപിടിച്ച് നടക്കുന്നുണ്ട്. നാക്കുകൊണ്ടുള്ള ശല്യം, വിവരമില്ലായ്മ എന്ന മാരക അസുഖം ഒഴിച്ചാൽ ജാനിയും അഞ്ജലിയും പാവങ്ങളാണെന്ന് ഇതിനോടകം ആദിയും സായിയും മനസ്സിലാക്കിയിരുന്നു. ആ ഹിറ്റ്ലർ വട്ടൻ്റെ തലയിൽ തേങ്ങ വീഴ്ത്തണേ കണ്ണ, കാലമാട് 24 മണിക്കൂറും വർക്ക്. ഓ ഗോഡ്, സഹിക്കാൻ വയ്യ. രാവിലെ തന്നെ സായിയെ സ്മരിച്ചാണ് അഞ്ജുമ നടക്കുന്നേ. വെറുതെ ഒരു സുഖം. ഡീ, എന്ത് സ്വപ്നം കാണുവാടി നീ? ഓ, നടന്ന് ഹിറ്റ്ലറിൻ്റെ അടുത്തെത്തിയോ? താൻ അറിഞ്ഞില്ലല്ലോ, അഞ്ജു മനസ്സിലോർത്തു. ഞാനൊന്നും സ്വപ്നം കണ്ടില്ല. നിന്നോട് പറഞ്ഞ് ജയിക്കാൻ ഞാനില്ല, അതിന് വിവരം വേണ്ടേ? അഞ്ജു അതിനൊന്ന് ഇളിച്ചു കാണിച്ചു. എൻ്റെ ഡ്രാക്കു ചേട്ടാ, നിങ്ങൾ എന്തോരം ചോര കുടിക്കുന്നതാണ്. ഒരൽപ്പം ചോര ഈ രാവണൻ്റെ അടുത്ത് നിന്ന് എടുത്തൂടെ? ഒന്നും പറയാൻ പറ്റൂല. ഏത് സമയവും കലിപ്പ്. പോരാത്തതിന് കണ്ണ് ബ്ലഡ് കണക്ക് ചുമന്നിരിക്കും. ലോകത്തുള്ള എല്ലാവരുടെയും ഐസിലെ ബ്ലഡ് രാവണൻ്റെ കണ്ണിലാണെന്നാ തോന്നുന്നേ. ആ സമയത്താണ് ആദ്യ ക്യാബിനിൽ വരുന്നേ. ഇവൾക്കെന്താ വട്ടായോ? ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു. ഡി, ഓ തുടങ്ങി. എന്ത് സർ? ഇന്നാണ് മാർക്കറ്റിംഗ് ഫീൽഡിൽ അപ്പോയിൻമെൻറ്റ് വരുന്നേ. അവർക്ക് വേണ്ടിയുള്ള അറേഞ്ച് ചെയ്യ്. ഓക്കെ സർ. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഒരു ലക്ഷറി കാറ് വന്നു നിന്നു. ഡ്രൈവർ സീറ്റിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി. സ്ട്രൈക്ക് ചെയ്ത മുടിയും മുട്ടോളമുള്ള ഫ്രോക്കും ചുണ്ടിൽ കട്ടി കൂടിയ ചുവപ്പ് ചായയും മുഖം നിറയെ ഏഷ്യൻ പുട്ടിയടിച്ച് ആകപ്പാടെ ഒരു പേക്കോലം. യെസ്, ദാറ്റ് ഈസ് അർച്ചന. കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങിയ പ്രിയയും അൾട്ടിമേറ്റ് പുട്ടിയിൽ മുങ്ങി കുളിച്ചിരിക്കുവാണ്. ഒന്ന് ചുറ്റും നോക്കി അച്ചുവിൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. തങ്ങളെ സ്വീകരിക്കാൻ മുന്നിൽ ആളുകൾ കാണുമെന്ന് വിചാരിച്ചു വന്ന ചേച്ചിമാരെ വെയിറ്റ് ചെയ്തൊരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ലെന്ന് കണ്ട് അച്ചുവിൻ്റെ മുഖം വീർത്തു. അവൾ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. പിന്നാലെ പ്രിയയും. ഒരു ഫയൽ റിസപ്ഷനിൽ കൊടുക്കാൻ വന്നതാണ് ജാനു. ഫയൽ കൊടുത്തിട്ട് തിരിഞ്ഞ് ജാനു കാണുന്നത് പുട്ടിയിൽ നിറഞ്ഞു നടക്കുന്ന നമ്മുടെ ചേച്ചിമാരെയാണ്. ഒരു നിമിഷം ആലോചിച്ച ശേഷം അവൾ കിരണിൻ്റെ അടുത്തേക്ക് പോയി. ക്യാബിനിൽ കയറിയ ജാനകി കാണുന്നത് എന്തോ ഡീറ്റെയിലായി സംസാരിക്കുന്ന ആദിയും സായിയും എന്തോ ഇംഗ്ലീഷ് ഫിലിം കാണുന്ന ത്രില്ലിലിരിക്കുന്ന അഞ്ജുമയുമാണ്. ജാനിയെ കണ്ട സായി അവളെ അകത്തേക്ക് വിളിച്ചു. പ്രൊജക്റ്റിൻ്റെ കാര്യം പറയാനായി സായിയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ തലക്ക് കൈ കൊടുത്തിരിക്കുന്ന സായിയാണ് കാണുന്നത്. കാര്യം ചോദിച്ചപ്പോഴാണ് അറിയാതെ വീട്ടുകാരെ പറ്റി അവൻ അഞ്ജലിയോട് ചോദിച്ചു. പെണ്ണ് വീട്ടുകാരെ തുടങ്ങി നാട്ടുകാരെ വരെ പറഞ്ഞു നോൺ സ്റ്റോപ്പ് ആയിരുന്നെന്ന്. പാവം സായി പെട്ടുപോയി. പിന്നെ ഞങ്ങൾ പ്രൊജക്റ്റ് ബേസ് ഡിസ്കസ് ചെയ്തു. അപ്പോഴേക്ക് അഞ്ജലി സബ് ടൈറ്റിൽ ഇല്ലാതെ ഇംഗ്ലീഷ് ഫിലിം കാണുന്ന പോലെയായിരുന്നു. ആലോചിക്കുമ്പോൾ ചിരി വരുന്നു. പെട്ടെന്നാണ് ആ ജാനകി കയറി വന്നേ. കിരൺ സാറിൻ്റെ ക്യാബിനിൽ രാവണൻ നിൽക്കുന്നു. എന്താ ജാനകി? സർ, കമ്പനി പെയിൻറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഏറ്റെടുത്തോ? നോ. എന്താടോ? അത് പിന്നെ സർ, ഏഷ്യൻ പെയിൻറ്റിൻ്റെ മോഡൽസ് ആണെന്ന് തോന്നുന്നു. 2 കുട്ടികൾ, ഐ മീൻ പെൺകുട്ടികൾ റിസപ്ഷനിൽ നിൽക്കുന്നു. പെയിൻറ്റിൻ്റെ മോഡലോ? ആടി, പെയിൻറ്റ് കൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. കംപ്ലീറ്റ് ഫേസിലടിച്ച് വെച്ചിരിക്കുന്നു. എന്നാലും ഞാനും വരുന്നു, എനിക്കും കാണണം എന്ന് പറഞ്ഞ് ജാനുവിനെ വിളിച്ചുകൊണ്ട് പോയി. അവർക്ക് പുറകെയായി ആദിയും സായിയും. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അർച്ചനയും പ്രിയയും കണ്ടത്. ഓ, ഇവരെയാണോ ജാനു പെയിൻറ്റ് മോഡൽസ് എന്ന് പറഞ്ഞ്? അവളെ കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെയാണ് രണ്ടിൻ്റെയും കോലം. ആദിക്കെല്ലാം കൊണ്ട് ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്നാണ് അർച്ചന പൊട്ടി ആദിയെ ഹഗ് ചെയ്തത്. ഓ, ഒരു നിമിഷം പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദം. പേടിക്കണ്ട, നമ്മുടെ രാവണൻ അർച്ചനക്കിട്ടൊന്ന് കൊടുത്തതാണ്. പക്ഷെ അല്പം ഡോസ് കൂടിപ്പോയി. കൊച്ചിൻ്റെ പൊട്ടിയെല്ലാം പോയിപ്പോൾ ആദിയുടെ കൈവിരൽ പതിഞ്ഞിട്ടുണ്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ. അഞ്ജുവും ജാനുവും സ്പോട്ടിൽ മുഖത്ത് കൈവച്ചു. ഒരു ചിന്ന ഭയം, അല്ലാതെ പേടിയൊന്നും ഇല്ലാട്ടോ. ഡി, നീ എന്താടി കരുതിയേ? ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തെന്നും പറഞ്ഞ് എൻ്റെ നെഞ്ചത്ത് കയറാമെന്നോ? ചെവിക്കല്ലടിച്ച് പൊളിക്കും ഞാൻ ഇതുപോലെ വന്ന. എന്നിട്ട് തിരിഞ്ഞ് പ്രിയയോടായി. ഇത് നിനക്ക് കൂടെ ഉള്ളതാണ് കേട്ടോടി പൊന്നു മോളെ. താര, നീ ഇവൾക്ക് വർക്കിംഗ് ഏരിയ കാണിച്ചു കൊടുക്ക്, സായി പറഞ്ഞു. ഓക്കെ സർ. സായി ആദിയെ പിടിച്ചുകൊണ്ട് പോയി. അവർക്ക് പുറകെയായി ജാനുവും അഞ്ജുവും. ആദ്യ പോകുന്നത് നോക്കി നിന്ന് അച്ചു വല്ലാത്തൊരു പാവത്തോടെ പ്രിയയെ നോക്കി. എനിക്ക് ആദിയെ വേണം പ്രിയ. ഇന്നോളം എന്നെ വേദനിപ്പിച്ച ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എന്നാൽ ഇന്ന് ആദി എന്നെ അടിച്ചു.
പക്ഷേ അതെനിക്ക് ഒരു തലോടലായി മാത്രമാണ് തോന്നിയത്. അർച്ചന ഇതൊക്കെ പറയുമ്പോഴും പ്രിയയുടെ മനസ്സിൽ സായി ആയിരുന്നു. അവൻ്റെ ലുക്ക്, സ്റ്റാറ്റസ് ഒക്കെ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. പരസ്പരം നോക്കിയ പ്രിയയും അച്ചുവും ചിരിച്ചു. കുടിലത് നിറഞ്ഞൊരു ചിരി. കിട്ടിയ അടിയുടെ ക്ഷീണം കാരണം പുട്ടിപ്പിശാച്ചുകൾ പിന്നെ വന്നില്ല. വർക്ക് ലോഡിംഗ് ആയതിനാൽ അഞ്ജും ജാനും എക്സ്ട്രാ ഡീസൻ്റ് ആയിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. എന്തൊക്കെയോ അസ്വസ്ഥത പോലെ തോന്നിയ ജാനു അഞ്ജലിയെയും വിളിച്ചുകൊണ്ട് നേരത്തെ ഓഫീസിൽ നിന്നിറങ്ങി. അഞ്ജലി ജാനുവിൻ്റെ മൂഡ് ഔട്ടിനെ പറ്റി തിരക്കിയെങ്കിലും വ്യക്തമായ കാരണം ജാനിക്ക് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ അഞ്ജു ജാനിയെ ആശ്വസിപ്പിച്ചുറക്കി. പിറ്റേന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി തീരുമാനിച്ചുകൊണ്ട് ജാനിക്കടുത്തേക്കായി അഞ്ജു കിടന്നു. ഉറക്കത്തിൽ പോലും ജാനുവിൻ്റെ ഹൃദയം ശാന്തമായിരുന്നില്ല. ഇതേ സമയം കാരണം പോലും അറിയാൻ കഴിയാതെ താളം തെറ്റിമിടിക്കുന്ന ഹൃദയത്തെ ശാന്തമാക്കാൻ നോക്കുമായിരുന്നു ആദി. അവൻ അറിഞ്ഞിരുന്നില്ല തൻ്റെ പാതിയുടെ അവസ്ഥ അറിഞ്ഞ പോലെയാണ് തൻ്റെ ഹൃദയതാളമെന്ന്. ഇനി നേരിടാൻ പോകുന്ന അഗ്നി പരീക്ഷണങ്ങൾ എന്താണെന്നറിയാതെ ജാനകി മയങ്ങിയപ്പോൾ നിനക്ക് തുണയായി ഞാനുണ്ടെന്ന് ആദിയുടെ ഹൃദയം അവൻ പോലും അറിയാതെ മൊഴിയുന്നുണ്ടായിരുന്നു. അതറിഞ്ഞ പോലെ ഉറക്കത്തിലും ജാനുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു. ഇനിയുള്ള ദിവസങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതറിയാതെ ഇരുവരും നിദ്രയെ പുൽകി. രാത്രി ഹോസ്റ്റലിൽ ജാനുവും അഞ്ജുവും കൂടെ ഹൊറർ ത്രില്ലർ കാണുകയാണ്. രണ്ടുപേർക്കും പേടി നല്ലതുപോലെ ഉണ്ടെങ്കിലും കാണുന്നുണ്ട്. കുറച്ചു നേരത്തിനു ശേഷം ജാനു ദയനീയമായി അഞ്ജലിയെ നോക്കി. അപ്പോൾ അവിടുന്ന് സെയിം ലുക്ക്. പരസ്പരം ഒന്ന് ഇളിച്ചു കാണിച്ച് രണ്ടും കൂടെ ബെഡിലേക്ക് ചാടി ബെഡ്ഷീറ്റ് മൂടിക്കിടന്നു. രാവിലെ തന്നെ പെൺപിള്ളേർ വെപ്രാളം പിടിച്ച് ഓടുന്നുണ്ട്. ഇന്നലെ താമസിച്ചുറങ്ങിയത് കൊണ്ട് ഇന്ന് എഴുന്നേൽക്കാൻ വൈകിപ്പോയി. ഇപ്പോൾ ഓഫീസിൽ പോകാനുള്ള നെട്ടോട്ടമാണ് ഇവിടെ നടക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് സെറ്റായി അവർ ഓഫീസിലേക്ക് പോയി. ആരുടെയോ ഭാഗ്യത്തിന് കറക്റ്റ് പഞ്ചിങ് ടൈമിൽ തന്നെ അവിടെ എത്തി. പഞ്ചിങ് കഴിഞ്ഞ് അഞ്ജു സായിയുടെ അടുത്തേക്കും ജാനി ആദിയുടെ അടുത്തേക്കും പോയി. ജാനി ക്യാബിനിൽ ചെന്നപ്പോൾ ആദിയുടെ ചെയറിൽ ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് കറങ്ങി കളിക്കുന്നു. ജാനു അവനെ അടിമുടി നോക്കി. അവളുടെ നോട്ടം കണ്ട് അവനും തന്നെ നോക്കി. എന്നിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാത്തത് കൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എടോ, താൻ എന്താ എക്സ്പ്രഷൻ കാണിച്ച് കളിക്കുന്നേ? താൻ ആരാടോ? ആരോട് ചോദിച്ചിട്ട് ഇവിടെ കയറിയേ? എന്നിട്ട് ആദി സാറിൻ്റെ ചെയറിൽ കയറി ഇരിക്കുന്നു എന്ന് ചോദിച്ച് ജാനൊരൊറ്റ അലറൽ. സെക്യൂരിറ്റി! അയ്യോ എൻ്റെ പൊന്നു ചേട്ടത്തി, ഞാൻ ആരാടാ നിന്റെ ചേട്ടത്തി? തവളക്കണ്ണ, ഇത്രയും ചെറിയ എന്നെ ചേട്ടത്തി പോടാ അമ്മാവാ. ആ ചെറുക്കൻ പറഞ്ഞ് തീരുന്നതിന് മുന്നേ ജാനി ഒരു 1.5 ആട്ടിലായിരുന്നു. അവൻ പേടിച്ച് ചാടി എണീറ്റു. അയ്യോ, ഞാൻ അങ്ങനെയല്ല. പിന്നെ എങ്ങനെ? അവൻ മറുപടി പറയുന്നതിന് മുന്നേ ആദി ക്യാബിനിൽ വന്നു. ലക്കി, നമ്മുടെ ലക്ഷായിരുന്നു അത്. ആ ചേട്ടാ. ദൈവമേ, ചേട്ടനോ? അപ്പം ഇതാണോ ഡ്രാക്കുവിൻ്റെ അനിയൻ ലക്ഷ്? പെട്ടല്ലോ ഈശ്വര, ഇനി എന്തോ ചെയ്യും? ജാനു മനസ്സിലോർത്തു. ജാനകി. എന്ത് സർ? ഇത് എൻ്റെ ബ്രദർ ലക്കി. ഇവനെ നീ ഫയൽസ് റൂമിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യ്. ഓക്കെ സർ. ജാനി മുന്നേ നടന്നു. അവൾക്ക് പിറകിലായി ആദിയെ നോക്കിക്കൊണ്ട് ലക്കിയും. ഹലോ. അത് പിന്നെ എനിക്കൊരബദ്ധം പറ്റിയതാ. ഐ ആം സോറി, റിയലി സോറി. ഏയ്, താൻ ഡെസ്പായ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞ ഞാൻ എൻജോയ് ചെയ്യുമായിരുന്നു തൻ്റെ ആക്ഷൻസ്. ജാനു അവൻ പറഞ്ഞതിൻ്റെ പൊരുളറിയാതെ അവനെ നോക്കി. താൻ ഇങ്ങനെ നോക്കണ്ട. തന്നെ കണ്ടിട്ടില്ല എങ്കിലും ഏട്ടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആര്? ആദ്യേട്ടൻ തന്നെയാ പറഞ്ഞേ. എന്നെക്കുറിച്ച് എന്താ പറഞ്ഞേ? അത് ഞാൻ പറയില്ല. ഇത് കള്ളക്കളി. എന്നോട് ഇങ്ങോട്ട് വന്നിട്ടിപ്പോൾ കാലുവായിരുന്നു. ഏയ്, ഞാൻ പറയാടോ. അങ്ങനെ പറ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഏട്ടൻ്റെ PA ഒരു വണ്ടാണെന്നും എപ്പോഴും മർമർ പോലെ അലച്ചുകൊണ്ടിരിക്കും. പിന്നെ സ്വപ്നജീവിയാണെന്നും. ഇത്രയേ ഉള്ളൂ. കൊള്ള ഡ്രാക്കുള. ആത്മയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ സൗണ്ട് കൂടിപ്പോയി. കൃത്യമായി ലക്കി കേട്ടു. ഡ്രാക്കുളയോ? ആര്? അത് പിന്നെ അങ്ങനെ ഞാൻ ഒന്നും. അപ്പോൾ എൻ്റെ ഏട്ടനെ പറഞ്ഞതാണല്ലേ? അത് പിന്നെ ആരോടും പറയല്ലേ പ്ലീസ്. എൻ്റെ പെങ്ങളായി കണ്ടതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. സത്യം? ആടി, നിന്നെ ഞാൻ നമ്മൾ തമ്മിൽ അടിയിട്ടപ്പോൾ തൊട്ട് പെങ്ങളാക്കി. അതെന്താ? അത് എനിക്ക് കാന്താരി പെങ്ങൾ വേണമെന്ന് വലിയ ആഗ്രഹമാണ്. ഒരെണ്ണമുള്ളത് തൊട്ടാവാടിയാണ്. എന്നാലും എൻ്റെ കിളിപ്പെണ്ണിനെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഈ കിളിപ്പെണ്ണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സിസ്റ്ററാണ് ആരോഹി വർമ്മ. ഓഹോ, അപ്പോൾ എൻ്റെ ദത്താങ്ങളെ നടക്ക്. കമോൺ ഫോളോ മീ.
ഓഹോ, എങ്കിൽ തമ്പുരാട്ടി നടക്കങ്ങോട്ട്. അങ്ങനെ അവർ ഫയൽ റൂമിൽ പോയി ലക്കിക്ക് വേണ്ടുന്നെല്ലാം എടുത്തു വന്നു. തിരിച്ചു വന്ന് അഞ്ജുമയെ കൂട്ടി ജാനി ലക്കിയെയും കൊണ്ട് ക്യാൻറ്റീനിലേക്ക് വന്നു. കുറച്ചു നേരത്തെ അലമ്പും ബഹളവും കൊണ്ട് ലക്ഷ്യനിൽ അഞ്ജുവും പെങ്ങളായി. അല്ല, അവളാക്കി. ഇവരുടെ കളിയും ചിരിയും കാണി അടുത്ത ടേബിളിലിരുന്ന് അച്ചുവിന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും ക്ലോസ് ആയിട്ട് ഇതുവരെ ലക്ഷ്യ അവളോട് സംസാരിച്ചിരുന്നില്ല. ഈ സമയം ജാനുവിൻ്റെ ഡ്രാക്കുവിനെയും അഞ്ജുവിൻ്റെ ഹിറ്റ്ലറിനെയും ലക്കി കണ്ടുപിടിച്ചു. എന്നാൽ അവൻ അവരെ സപ്പോർട്ട് ചെയ്തത് ചെക്കൻ്റെ മനസ്സിൽ കലിപ്പന്മാരെ തളയ്ക്കാൻ പറ്റിയ കൂട്ടുകിട്ടിയ സന്തോഷമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവിടേക്ക് ആദിയും സായിയും വന്നു. അവരെ കണ്ട് ജാനു എഴുന്നേൽക്കാൻ പോയെങ്കിലും ലക്കി അവളെ അവിടെ തന്നെ ഇരുത്തി. അഞ്ജലി ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് കൊച്ച് കണ്ടില്ല. തൻ്റെ മുന്നിൽ ആരൊക്കെയോ ഉള്ളതുപോലെ തോന്നി അഞ്ജുമ തല ഉയർത്തി നോക്കി. അതാ മുറ്റത്തൊരു ഡ്രാക്കു പ്ലസ് ഒരു ഹിറ്റ്ലറും. അഞ്ജു നൈസായിട്ട് ഇളിച്ചു കാണിച്ചു. അല്ലാതെന്ത് ചെയ്യാൻ? അവളുടെ ചിരി കണ്ട് സായി കഷ്ടം എന്ന് പറഞ്ഞ് അവൾക്കടുത്തുള്ള ചെയറിലിരുന്നു. ആദിയാണെങ്കിൽ പൊട്ടി വന്ന ചിരി ഉള്ളിലൊതുക്കി ലക്കിയുടെ അടുത്തിരുന്നു. എന്നാൽ ആദ്യ ചിരിക്കുന്നത് ലക്കി കണ്ടിരുന്നു. അവനൊരു പുഞ്ചിരിയോടെ ജാനുവിനെ നോക്കി. ജാനുവാണിൽ ഡ്രാക്കുവിനെ കണ്ട് നിൽക്കണോ ഇരിക്കണോ എന്ന് ആലോചിച്ചിരിപ്പുണ്ട്. ലക്കി പതി അവളെ തട്ടി. അപ്പോഴേക്കും കൊച്ചു സ്വബോധത്തിൽ വന്നിരുന്നു. ഇത്രയും നേരം വായിട്ടലച്ചുകൊണ്ടിരുന്ന പൊടിക്കുപ്പികൾ സൈലന്റ് മോഡിലായി. പിന്നെ ലക്കി തേടി വന്ന് ഡോക്യുമെന്റ്സിനെ കുറിച്ചായിരുന്നു ചർച്ച. ഇതിലൊന്നും തലയിടാൻ നിൽക്കാതെ ലക്കിയുടെ 2 സൈഡിലായി അഞ്ജുമ ഫുഡിലും ജാനു ഫോണിലും ഇൻവോൾവായി. ആദിക്കും കിരണിനും പൊടിക്കുപ്പികളെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഒരു ടെൻഷനുമില്ലാതെ അവിടെ ഇരുന്ന് തന്നെ ഡോക്യുമെന്റ്സിനെ കുറിച്ച് സംസാരിച്ചു. അവൾക്കപ്പുറം ഒരു ടേബിളിലിരുന്ന അച്ചുവിനും പ്രിയയ്ക്കും കാര്യം മനസ്സിലായില്ലെങ്കിലും ആദിക്കൊപ്പം നമ്മുടെ പെൺപിള്ളേരിയിരിക്കുന്നത് സഹിക്കുന്നില്ല. ദേ നോക്കച്ചു, നീ ഇരിക്കേണ്ട സ്ഥാനത്താണ് ആ ജാനകി ഇരിക്കുന്നേ. ഇങ്ങനെ പോയാൽ നിന്റെ PA സ്ഥാനം മാത്രമല്ല ആദിയുടെ മനസ്സും അവൾ കൊണ്ടുപോകും. ഷട്ട് അപ്പ് യു ഇഡിയറ്റ്. അങ്ങനെ ആർക്കും ഞാൻ ആദിയെ വിട്ടുകൊടുക്കില്ല. അവൻ എനിക്കുള്ളതാണ്. എൻ്റെ പ്രാന്തു. നീ എന്നോട് വാചകമടിക്കാതെ സായിയെ നോക്കിക്കോ. നീ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല, സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കിരൺ, അവനെ പ്രിയയുടെ ഓർമ്മകൾ അങ്ങനെ മറക്കാൻ കഴിയില്ല. ഞാനൊന്ന് ചെന്ന് കരഞ്ഞു കാണിച്ച അവൻ ഫ്ലാറ്റ്. ഇനി അവനെ വിട്ടുകളയില്ല. നൗ ഹീസ് എ ഹാൻസം റിച്ച് മാൻ. അവൻ്റെ സ്വത്തും സൗന്ദര്യവും എനിക്ക് മാത്രമാണ്. വാവ്, ഇതൊക്കെ നിന്റെ സ്വപ്നങ്ങളാണ് പ്രിയ. നീ പറഞ്ഞ കിരൺ ചിലപ്പോൾ വീഴും. പക്ഷേ ഇപ്പോൾ ഉള്ളത് സായിയാണ്, ആദിയുടെ സായി. സായിയുടെ മുന്നിൽ നിന്റെ നാടകം വാഴില്ല. കാരണം അവനെ മുന്നിൽ നിൽക്കുന്നത് ആദിയാണ്. എന്തും ഏതും മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്നവൻ, ദ മോൺസ്റ്റർ. അവനെ മറികടന്ന് സായിയുടെ അടുത്തെത്താൻ കഴിയില്ല നിനക്ക്. അച്ചു, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് കിരണിനെ വേണം. അവനെന്താ വല്ല സാധനമാണോ നിനക്ക് തോന്നുമ്പോൾ എടുത്തു തരാൻ? പ്രിയ ചേച്ചിക്കുള്ള ചായയും പരിപ്പുവടയും ഓൺ ദ വേ ആണ്. ഉറപ്പായി ഞാൻ നിന്നെ സഹായിക്കാം. അതിനാദ്യം ആദ്യം എൻ്റേതാകണം. ഞാൻ വർമ്മ അങ്കിളിൻ്റെ അടുത്ത് സംസാരിക്കട്ടെ. ചിലപ്പോൾ അങ്കിൾ പറഞ്ഞാൽ ആദ്യം കേട്ടാലോ? ഓക്കെ ഡിയർ, ഐ ആം വെയിറ്റിംഗ്. ലക്കിയുമായി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പോയി. അവനോടിപ്പോൾ പോകേണ്ടെന്നൊക്കെ അവളുമാരെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. രണ്ടും ഒന്നിനൊന്ന് മെച്ചം. അഞ്ജലിയെയും വലിച്ച് സായി പോയിട്ടുണ്ട്. ജാനകി ഓൾറെഡി ക്യാബിനിലേക്ക് പോയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ എന്തോ. ആദ്യ ക്യാബിനിൽ കയറിയപ്പോൾ കണ്ടത് ചെയറിൻ്റെ മുകളിൽ കയറി ഫയലെടുക്കാൻ നോക്കുന്ന ജാനകിയെയാണ്. കൈയെത്താത്തത് കൊണ്ട് കാലിൻ്റെ തള്ളവിരൽ അല്പം ഉയർത്തിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ വീഴും വീഴില്ല എന്ന് പറഞ്ഞ് അവളെ വിളിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിന്ന ആദി അവസാനം അവൾക്ക് ഫയലെടുക്കാൻ പറ്റില്ല എന്ന് കണ്ട് വിളിച്ചു. പക്ഷെ ലേശം സൗണ്ട് കൂടിപ്പോയി. അതൊരലർച്ചയായി പോയി. പേടിച്ചു പോയ ജാനിയുടെ ബാലൻസ് പോയി. അവൾ താഴേക്ക് പതിച്ചു. പക്ഷേ ജാനി വീഴാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി ആദി പിടിക്കാൻ നോക്കിയെങ്കിലും അവനും ബാലൻസ് പോയി. രണ്ടുപേരും താഴേക്ക് വീണു. ആദിയുടെ മുകളിലായാണ് ജാനി വീണത്. വീഴ്ചയിൽ ആദിയുടെ ചുണ്ട് ജാനിയുടെയുമായി ചേർന്നു. ഒരു നിമിഷം പകപ്പോടെ ജാനിയെ നോക്കി ആദി കാണുന്നത് മിഴിഞ്ഞ കണ്ണോടെ തന്നെ നോക്കുന്ന ജാനിയെയാണ്. അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളുടെ കണ്ണുകളുമായി ഉടക്കി. അടുത്ത നിമിഷം ബോധം വന്നതുപോലെ അവളെ തൻ്റെ മേത്തുനിന്ന് മാറ്റി എഴുന്നേറ്റു നിന്നു. ഇപ്പോഴും എന്താ സംഭവിച്ചതെന്നറിയാതെ ജാനി അവിടെ തന്നെ കിടക്കുകയാണ്. അവളുടെ അവസ്ഥ മനസ്സിലാക്കി ആദ്യം അവൾക്ക് കൈ കൊടുത്ത് ഒന്ന് പകച്ച ശേഷം അവൾ അവൻ്റെ കൈകളോട് കൈ ചേർത്ത്. ആ നിമിഷം തനിക്ക് തോന്നിയ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയാതെ അവളുടെ കൈ ചേർത്ത് അവൻ നിന്നു.
പെട്ടെന്ന് ജാനകി തൻ്റെ കൈമാറ്റി അവനോടൊരു സോറിയും പറഞ്ഞ് അവിടുന്ന് ഓടി. കിളി പോയി. ജാനി എന്തിനാ സോറി പറഞ്ഞതെന്നറിയാതെ ആദ്യം നിന്നപ്പോൾ വാഷ്റൂമിൻ്റെ തൻ്റെ ക്രമാതീതമായി ഇടിക്കുന്ന ഹൃദയം കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ജാനു. എന്നാൽ ഈ കാഴ്ച കണ്ട് പകയേറുന്ന 2 മിഴികളെയും എല്ലാം ഒപ്പിയെടുത്ത ക്യാമറ കണ്ണുകളെയും അവർ അറിഞ്ഞിരുന്നില്ല. ക്യാബിനിൽ താൻ കണ്ട കാഴ്ചയുടെ ബാക്കി പത്രമെന്നോണം സാധനങ്ങൾ എറിഞ്ഞുടച്ച് ഒരുവൾ ആർക്കുമ്പോൾ ആദിയെ തകർക്കാനും ജാനകിയെ ഓഫീസിൽ നിന്ന് പുറത്താക്കി അതുവഴി അഞ്ജലിയെയും പുറത്താക്കാനുള്ള കാരണം കിട്ടിയ സന്തോഷത്തിലായിരുന്നു മറ്റൊരുവൾ. കുറച്ചു മുന്നേ നടന്ന സംഭവം ആദിയുടെ ചുണ്ടിൽ അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരിക്ക് കാരണമായി. എന്നാൽ അവൻ അറിഞ്ഞിരുന്നില്ല തൻ്റെ ഹൃദയസഖി തൻ്റെ പാതിയാകാൻ അധികം വൈകില്ലെന്ന്.